പ്രേസ് ആൻഡ് വർഷിപ്പിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ നമ്മളെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ ബ്രദർ ഡൊമിനിക് സാവിയോയാണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി കർത്താവിനെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ പിതാവ് നമുക്കൊരു അവസരത്തോടെ നൽകിയിരിക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനം: എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുന്നിടത്തേക്കെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ നാമം അനുസ്മരിക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളിലേക്കും ആ ഇടത്തേക്ക് കർത്താവ് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്ന് പിതാവ് നമ്മോട് ഈ രാത്രിയിൽ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈ ദിവസം ശാലോം ടെലിവിഷന്റെ മുമ്പിലും ഇവിടെയുമൊക്കെ ആയിരുന്നു കൊണ്ട് പിതാവിൻ്റെ നാമത്തെ നാം ഓർത്ത് ദൈവത്തെ നന്ദി അർപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ പിതാവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ എല്ലാവിധ രക്ഷാ അനുഭവവും വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടം നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കാരണം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ ഇപ്രകാരം 4-ന്റെ 12 ഇപ്രകാരം പറയാണ്: ആകാശത്തിന് കീഴെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടില്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും പിടിക്കാമോ? എന്നിട്ട് പറഞ്ഞേ, ആകാശത്തിന് താഴെ മുഖത്ത് നോക്കി പറയാം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമമല്ലാതെ. ആ രക്ഷാനാമത്തെ ഉയർത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 16-ന്റെ 31 പ്രകാരം പറയുകയാണ്, നമുക്ക് എല്ലാവരും പരിചയമുള്ള വചനമാണ്: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. വീണ്ടും റോമ 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനം പറയുകയാണ്: കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏറെ തകർന്ന ഹൃദയവുമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തില് 23-ാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഒരു രാത്രിയിൽ തൻ്റെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിലിരുന്നു കൊണ്ട് ജോസഫ് ആകുലചിത്തനായിരുന്നു. അവൻ തൻ്റെ വേദനകൾ, ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ അവൻ നിന്ന സമയങ്ങളിൽ ഒരു രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു: ദാവീദിന്റെ പുത്രനായ ജോസഫ്, നീ ഭയപ്പെടേണ്ട. ഇതാ മറിയം ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ മനുഷ്യന്റെ സകല പാപങ്ങളും മോചിക്കും. അവൻ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള യെശയ്യാ പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനം വീണ്ടും പറയുകയാണ്. മത്തായിയുടെ 18-ന്റെ 20 വചനം പറയുകയാണ്: 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു കൂടിയാലും അവിടെ മധ്യേ ഞാനുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ശാലോം ടെലിവിഷന്റെ മുമ്പിലേക്ക് ആയിരങ്ങൾ ഓടിക്കൂടാറുണ്ട്. ശാലോമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിയിലേക്ക് ധാരാളം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കർത്താവിന്റെ നാമത്തെ ഇവിടെ അറിയപ്പെടുന്നു, ദൈവത്തിന്റെ നാമത്തെ ഇവിടെ ഉയർത്തപ്പെടുന്നു. ദൈവത്തിന്റെ നാമത്തെ ഉയർത്തപ്പെടുന്ന അടുത്തേക്കെല്ലാം കർത്താവ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പണ്ടങ്ങോ മരിച്ചുപോയൊരു ദൈവമല്ല, ഇന്നും പ്രസന്റ് 2015-ലും പുതിയ ഗർഭപാത്രം കൊടുത്ത ദൈവം, പുതിയ കിഡ്നി വെച്ച് കൊടുക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നൈറ്റ് വിജയിലൂടെയൊക്കെ അനവധി അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ശക്തിയെ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. മേലായ യേശുവിന്റെ നാമം, മേലായ നാമം. എത്രയോ മനോഹരമായ സിമ്പിൾ വരികളാണ്. ഈ പാട്ടുപാടി ഈ രാത്രിയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹനീയമായ സാന്നിധ്യം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 2 കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാം. എന്നിട്ട് പറയാം, യേശുവിന്റെ നാമം മേലായ നാമം. ഒന്ന് പറഞ്ഞ്, യേശുവിന്റെ നാമം മേലായ നാമമാണ്. യേശുവിന്റെ നാമം രക്ഷാനാമമാണ്. യേശുവിന്റെ നാമം സൗഖ്യനാമമാണ്. യേശുവിന്റെ നാമം വിടുതലിന്റെ നാമമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് കോർത്തു പിടിക്കാമോ? ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കാം.
ഒരു സ്നേഹത്തിന്റെ ആത്മീയ അന്തരീക്ഷം. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിക്കുന്നത് സ്നേഹമുള്ളിടത്താണ്. 2-3 പേര്, ഒരുപക്ഷെ നമ്മളിവിടെ ഒത്തിരി പേരുണ്ട്. കുടുംബങ്ങൾ ശാലോം ടെലിവിഷന് മുമ്പിലായിരിക്കുന്നവര് ഒരുപക്ഷെ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും മാത്രമുണ്ടായിരിക്കാം. ഇവിടെ നിന്ന് രാജ്യങ്ങള് പാകിസ്ഥാനോ അമേരിക്കയോ ഇംഗ്ലണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, എവിടെയും ദൈവം ആത്മാവാണ്. എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ദൈവം നമ്മുടെ ഇവിടെ ഒപ്പം തന്നെ നമ്മളുടെ കൂടെ ശാലോം ടെലിവിഷനോടൊപ്പം പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലേക്കും ദൈവത്തിന്റെ ആത്മാവായ ദൈവം വ്യാപരിക്കുന്ന ഒരു കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്ന ദൈവം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ പക്കലേക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ആ യേശുവിന്റെ നാമത്തെ ഒന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജീവിത പങ്കാളി ഞങ്ങളുടെ വിവാഹ ജീവിതം ആരംഭിച്ചു. അങ്ങനെ 3-ാമത്തെ മാസം ഭാര്യ ഗർഭിണിയായി. ഇതാ ഹോസ്പിറ്റലിൽ ചെന്നു പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ നിങ്ങൾ അബോർട്ട് ചെയ്യണം. ഈ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭാര്യ അപകടത്തിലാവും. പ്രിയപ്പെട്ടവരെ, ഏറെ തകർച്ചയുടെ ഒരു ദിനങ്ങളിൽ ഒരു രാത്രിയിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, വിവാഹം എന്ന കൂതാശയിലൂടെ അവിടെ നിന്നാണ് ഞങ്ങളെ ഒന്നിച്ചത്. ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ നാമത്തെ ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വൈദ്യശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി. ഞങ്ങളുടെ മൂത്ത കുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഇന്ന് നമ്മൾക്ക് 16 വയസ്സുണ്ട്. യേശുവിന്റെ നാമത്തെ വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ചറിഞ്ഞ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഈ രാത്രിയിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? അവൻ നമ്മളെ താങ്ങിയ വഴികളെ ഓർക്കാമോ? യേശുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് മനസ്സ് തുറന്ന് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു 4 പേർക്കെങ്കിലും കേൾക്കാവുന്ന ഉച്ചത്തില് യേശുവിന്റെ നാമത്തെ വിളിക്കുക, രക്ഷാ നാമത്തെ വിളിക്കുക. ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെടുത്തുന്ന നാമമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, പിതാവേ ആരാധന, ദൈവമേ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് രക്ഷകനേശു, അതരം ചലിക്കട്ടെ. ഇമ്മാനുവേൽ, നമ്മോട് കൂടെ, അതെ, ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? മേലായ നാമം, രക്ഷകനേശു, ജീവനാഥൻ. ഒരിക്കൽ കൂടി പാടാമോ? എല്ലാ തരങ്ങളും യേശു, അതരം തുറന്ന് പാടാമോ? ഉയരട്ടെ ആ നാമം. ദൈവം നമ്മോടുകൂടെ. ഇമ്മാനുവേൽ, സ്തുതിക്ക് യോഗ്യൻ.
ഒരിക്കൽ കൂടി പാടാമോ? ഹൃദയം തുറന്ന് എല്ലാവരും ചേർന്ന് യേശുവിന്റെ നാമത്തെ വിളിക്കാം. ഹല്ലേലൂയ. മേലായ നാമം രക്ഷകനേശു, രക്ഷകനേശു, രാജാധിരാജൻ, രാജാധിരാജൻ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ദൈവശക്തി വ്യാപരിക്കുന്നു. നമ്മോടു കൂടെ. സ്തുതിക്ക് യോഗ്യൻ, സ്തുതിക്കു യോഗ്യൻ, ജീവനാഥൻ. ജീവനാഥൻ. കരങ്ങൾ രണ്ടും കർത്താവിന്റെ പക്കലേക്ക് ഒന്ന് ഉയർത്താമോ? നമ്മുടെ മധ്യേ വസിക്കുന്ന രാജാധിരാജവനെ യേശുവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേ, ഹല്ലേലൂയ. സ്തുതിക്കാമോ? എല്ലാവരും പാടുന്നു, യേശുവിനെ വിളിക്കുന്നു, മേലായ നാമം ചേർന്ന് പാടുന്നു. രക്ഷകനേശു, രാജാധിരാജൻ, ഓരിയപ്പ. ഇമ്മാനുവേൽ, നമ്മോടു കൂടെ. സ്തുതിക്കു യോഗ്യൻ, ജീവനാഥൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാമോ? സ്വതന്ത്രമായി സ്തുതിക്കുന്നു. പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പുത്രന്റെ നാമം, അതേ സ്വർഗമുയർത്തിയ രക്ഷാനാമം, ഈ രാത്രിയിൽ ഇതാ കർത്താവേ, നിന്റെ മക്കളിതാ നിന്നെ വിളിക്കുന്നു. യേശുവേ, പ്രിയപ്പെട്ടവരെ യേശുവിനെ വിളിക്കുക. യേശു എൻ്റെ ജീവനാഥനാണെന്ന് പറയുക. രാജാതിരാജനാണ് അവിടുന്ന്. എൻ്റെ ജീവിതത്തിൻ്റെ ഏക കർത്താവും രക്ഷകനുമായി യേശുവിനെ കൊടുക്കാമോ? എൻ്റെ കുടുംബത്തിൻ്റെ നാഥനായി എന്ന് കർത്താവിനെ കൊടുക്കാമോ? എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കർത്താവായി യേശുവിനെ കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവാംഗ സുന്ദരനായ കർത്താവിനെ ഈ രാത്രി വീണ്ടും നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയൻ അരുണനെ പോലെ തേജസ്സുറ്റവൻ, 10,000 അതിശ്രേഷ്ഠൻ, അത്രമാത്രം സൗന്ദര്യവാനായ നമ്മുടെ കർത്താവ് ഈ ആലയത്തിൽ ഇതാ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവം കടന്നു വരുന്നു. ഇത് നമ്മുടെ കൺമുമ്പിൽ ദൈവമുണ്ട്. ആ ദൈവത്തെ കണ്ടുകൊണ്ടാണ് നമ്മൾ ആരാധിക്കാം. യേശു സർവാംഗ സുന്ദരൻ, യേശു സർവാംഗ സുന്ദരൻ. അവന്റെ മുഖം കണ്ട് പാടാം. സ്തോത്രം സ്തുതിക്കൂ, യോഗ്യനവൻ, യോഗ്യനവൻ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, നമ്മോടുകൂടെ. നമ്മോടു കൂടെ. സ്തുതിക്കു യോഗ്യൻ, സിമ്പിൾ വരികളല്ലേ, ചേർന്ന് പാടാമോ? ജീവനാഥൻ. ഒരിക്കൽ കൂടി പാടുന്നു, യേശു സർവാംഗ സുന്ദരനാണെന്ന്. യേശു സർവാംഗ സുന്ദരൻ. ഓരിയപ്പ. സ്തോത്രം സ്തുതിക്കൂ, യോഗ്യനായവനെ, യോഗ്യനവൻ. ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ, അതിനെ തുറന്ന് പാടിയേ. നമ്മോടുകൂടെ. നമ്മോടു കൂടെ. സപാലം തലബിയ. സ്തുതിക്കു യോഗ്യൻ, ആരാധിക്കാൻ ഹൃദയമുയർത്തി ജീവനാഥൻ. ജീവനാഥൻ. ഒരിക്കൽ കൂടി പാടാമോ? സർവാംഗ സുന്ദരനായ കർത്താവിനെ കണ്ടു പാടാമോ? കണ്ണുകളടച്ച്. യേശു അതിനെ തുറന്ന് എല്ലാവരും. സർവാംഗ സുന്ദരൻ.
സ്തോത്രം സ്തുതിക്കൂ. യോഗ്യനവൻ, യോഗ്യനവൻ, ഇമ്മാനുവേൽ, നമ്മോട് കൂടെ. നമ്മോടു കൂടെ. സ്തുതിക്ക് യോഗ്യൻ, സ്തുതിക്കു യോഗ്യൻ, ജീവനാഥൻ. കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പാടാമോ? കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് മേലായ നാമം സർവാംഗ സുന്ദരനായ ആ ദൈവത്തിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? അതെ, നമ്മുടെ മധ്യ വസിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ട് സ്വതന്ത്രമായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവം ഇതാ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, നാം യേശുവിന്റെ നാമത്തെ വിളിക്കുമ്പോൾ പിശാച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകും. രക്ഷാനാമത്തെ വിളിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകും. അതെ, കർത്താവ് മഹോന്നതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഉറക്കെ സ്തുതിക്കാമോ? ആവുന്നത്ര ഉച്ചത്തില് യേശുവിന്റെ നാമത്തെ വിളിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ വിളിക്കാമോ? അന്ധകാര ദുർപീഡകള് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വാസി വൈരാഗ്യങ്ങള് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ശാരീരിക രോഗപീഠകള് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കുടുംബ കലഹങ്ങള്, ദാമ്പത്യ കലഹങ്ങള് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗപീഠകള് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ വിളിക്കാമോ? യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഭാഷയുള്ളവര് പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ സ്തുതിക്കുന്നു. എന്റെ പ്രിയനെ ആരാധന. I love you, കരങ്ങൾ താത്തി കണ്ണുകൾ അടച്ച് പാടാം. സർവശക്തൻ കർത്താധികർത്തൻ അവൻ പരിശുദ്ധനാണ്. പരിശുദ്ധൻ ഇമ്മാനുവേൽ, അതിർന്നൊന്ന് പാടാമോ please? നമ്മോടു കൂടെ. ആഗ്രഹത്തോടെ പാടിക്കേ. സ്തുതിക്കു യോഗ്യൻ, ഓ, ജീവനാഥൻ. please once again. യേശു യേശു സർവശക്തൻ. സർവശക്തൻ കർത്താധികർത്തൻ. കർത്താധികർത്തൻ പരിശുദ്ധൻ. പരിശുദ്ധൻ ഇമ്മാനുവേൽ, നമ്മോടു കൂടെ. അതെ, സ്തുതിക്ക് യോഗ്യൻ. സ്തുതിക്കു യോഗ്യൻ, കർത്താവിനെ കാണാമോ? ജീവനാഥൻ. ജീസസ്.
രാജാതിരാജൻ ഇമ്മാനുവേൽ. ഓ, ദൈവം ഇവിടെയുണ്ട്. നമ്മോടു കൂടെ സ്തുതിക്കു യോഗ്യൻ. സ്തുതിക്കു യോഗ്യൻ അവനൊന്ന് സ്നേഹിക്കാമോ ജീവനാഥനെ? ജീവനാഥൻ I love you, Jesus. പാടാമോ? Jesus. I love you. പാടാമോ? I love you, Jesus. ഉള്ളു തുറന്ന് പാടിയേ. I love you, Jesus. അവനെ സ്നേഹിച്ചൊന്ന് പാടാമോ? I love you, Jesus. Emmanuel. പാടുന്നു. ദൈവം ഇതാ ഇവിടെ ചലിക്കുന്നു. നമ്മോടു കൂടെ സ്തുതിക്കു യോഗ്യൻ. സ്തുതിക്കു യോഗ്യൻ ജീവനാഥൻ. ജീവനാഥൻ ഒരിക്കൽ കൂടി പാടുന്നു. I love you, Jesus. Jesus. Power. I love you, Jesus. ഉള്ളു തുറന്ന് പാടിക്കേ മക്കളെ. I love you, Jesus. I love you, Jesus. Emmanuel. ദൈവം ഇതാ നമ്മുടെ ഇടയിൽ. നമ്മോടു കൂടെ Glorious. സ്തുതിക്കു യോഗ്യൻ ജീവനാഥൻ യേശുവേ. അരൂപിയിൽ പാടാമോ? അതരം തുറന്ന് നാവിനെ വിട്ടുകൊടുക്കാമോ പ്ലീസ്? ഞങ്ങളുടെ കൂടെ ചേരാമോ? Once again. നമ്മോട് കൂടെ. സ്തുതിക്കു യോഗ്യൻ. കരങ്ങൾ ഉയർത്താമോ? അവന്റെ മകളെ കരങ്ങൾ ഉയർത്താമോ? എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ ഭാഷയിൽ സ്തുതിക്കാമോ? Oh Lord, the mighty power of the Holy Spirit. Oh Jesus. Oh ദൈവമേ, എന്റെ കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം. Hallelujah, hallelujah. യേശുവിന്റെ നാമം, എന്റെ കർത്താവിന്റെ നാമം, എന്റെ കർത്താവിന്റെ നാമം. Hallelujah. ലോകം മുഴുവൻ സകല ജനതയും യേശുവിന്റെ നാമത്തെ അറിയട്ടെ. രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രമായി രക്ഷാനാമത്തെ ഒന്ന് സ്തുതിക്കാം. യേശുവിന്റെ നാമം എവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ? അതെ, തന്റെ നാമത്തെ അനുസ്മരിക്കുന്ന അടുത്തേക്ക് ഞാൻ കടന്നു വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ വന്നിച്ചാലും അവിടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അറിയുന്ന പറഞ്ഞ് നമ്മുടെ കർത്താവിന്റെ പക്കലെ കരങ്ങൾ ഉയർത്താമോ? നമ്മുടെ ജീവിതത്തിലെ മല പോലെയുള്ള പ്രശ്നങ്ങളെ യേശുവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ആ രക്ഷാനാമത്തെ വിളിച്ചുകൊണ്ട് സകലരും ഒരു 10 പേർക്ക് കേൾക്കാവുന്ന ഉച്ചത്തില് കുടുംബങ്ങളിലായിരിക്കുന്നവര് അതെ നമ്മുടെ സ്വരം ഉയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ. Hallelujah, 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 hallelujah. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. തേനിലും മധുരമാ, തേനിലും മധുരമാ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് യേശു ക്രിസ്തു
മാധുര്യമാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ. അവന്റെ മാധുര്യം അനുഭവിച്ചറിഞ്ഞൊന്ന് പാടാമോ? തേനിലും മധുരമാ, തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ. കണ്ണുകളടച്ച ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഒലുക്കി ഉയർത്താമോ? ശക്തിയുള്ള അവിടുത്തെ നാമത്തിന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കുക. ലോകം മുഴുവനും ഇതാ ജാഗരിച്ച് ഉറക്കം കർത്താവിന് വേണ്ടി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക. വീര്യപ്രവർത്തകനായ കർത്താവ്, പ്രതാപനവാഹനായ കർത്താവ് തന്റെ സ്നേഹം തന്റെ മക്കളിലേക്ക് വർഷിക്കുന്ന സമയം, പരിശുദ്ധാത്മാവിലൂടെ തന്റെ സ്നേഹം, മാധുര്യം നിറഞ്ഞ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയുക. നമ്മുടെ കരങ്ങളൊന്ന് കോർത്തു പിടിക്കുക. ദൈവത്തിന്റെ ആത്മാവ് കൂട്ടായ്മയിലൂടെ സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ യേശുവിന്റെ പക്കലേക്ക് ഉയർത്താം. ദൈവമേ, എൻ്റെ കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ മുമ്പിലിതാ എൻ്റെ മുട്ടുകൾ മടക്കുന്നു. അതെ, യേശുവിന്റെ നാമം, രക്ഷാനാമം, മേലായ നാമം, ക്യാൻസറിനെ സുഖപ്പെടുത്തുന്ന നാമം, അതെ, വിടുതൽ നൽകുന്ന നാമം, പുതിയ കിഡ്നി കൊടുക്കുന്ന നാമം, അവന്റെ നാമം ഈ രാത്രിയിൽ രുചിച്ചറിയും. കരങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് സ്തുതിക്കാം, യേശുവിനെ വിളിക്കാം. പരസ്പരം മുഖത്തോട് നോക്കി സന്തോഷത്തോടെ കർത്താവിന്റെ Jesús,
ആ നാമത്തിന് വേണ്ടി എന്റെ ജീവിതം കൊടുക്കും. വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിക്കാമോ? എന്റെ കുടുംബത്തിന്റെ പ്രധാന സ്ഥാനത്ത് ആ നാമത്തെ ഞാൻ പ്രതിഷ്ഠിക്കും. എന്റെ ജീവിതത്തിന്റെ നാഥനും കർത്താവുമായി എന്റെ യേശുവിനെ ഞാൻ പ്രതിഷ്ഠിക്കുമെന്ന് ഹൃദയത്തിൽ തീരുമാനമെടുക്കാമോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ തീരുമാനമെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവം ഇറങ്ങി വരും. അതെ, അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. സങ്കീർത്തനം 91 പറയുകയാണ്, അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനോട് ചേർന്ന് നിൽക്കും, അവനെ ഞാൻ സ്നേഹിക്കും. അതെ, നമ്മോട് ചേർന്ന് നിൽക്കുന്നവൻ, അതെ ആ ദൈവം, അവൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും ഇറങ്ങി വരും. അതെ, ജോസഫിന്റെ ജീവിതത്തില്, നിരാശ പിടിച്ച ജീവിതത്തില്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുന്ന ആ സമയങ്ങളില്, അതെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മകനെ ജോസഫ്, നീ പേടിക്കേണ്ട, ഇതാ മറിയം ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ പ്രസവിച്ചു കഴിയുന്ന മകന് അവനൊരു പേരിടണം. അത് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത പേര് യേശുവിന്റെ നാമം. ആ നാമം കർത്താവിന്റെ നാമം, ബലമുള്ള നാമം. അതേ, നീതിമാൻ ഓടിക്കയറി സുരക്ഷിതമായി കഴിയുന്ന നാമം അതെന്റെ ജീവിതത്തിന് ബലമായി മാറട്ടെ. കണ്ണുകളടച്ച് ഈ രാത്രിയിൽ നമുക്ക് തീരുമാനമെടുക്കാം. യേശുവിന്റെ നാമം മേലായ നാമമാണ്. ആ നാമത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാമോ? എന്റെ കുടുംബത്തെ ഒന്ന് സമർപ്പിക്കാമോ? എന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും, വ്യാപാര മേഖലകള്, ബിസിനസ് മേഖലകള് എല്ലാം കർത്താവിന് സമർപ്പിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു.